ഗുഡ് ഈവനിങ് എവരി വൺ. എഡ്യൂഫാക്ട്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സിനും നമ്മളുടെ എഡ്യൂഫാക്ട്സ് PSC എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 മരണപ്പെട്ട MT വാസുദേവൻ നായരെ പറ്റിയാണ്. PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള സെക്ഷനാണ്. എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ കമൻറ്റിൽ ഉത്തരം പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. MT വാസുദേവൻ നായർ 13 ജൂലൈ 1933 ജനിച്ച് 2024 ഡിസംബർ 25 അദ്ദേഹം മരിക്കുന്നത്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. PSCയിൽ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. ഇത് നമുക്കറിയാവുന്നതാണ്. പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ കേരള സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് 3 പ്രാവശ്യം ലഭിച്ചു. 1958, 1982, 1986. പുരസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും വലുതാണ് കേരള സാഹിത്യ പുരസ്കാരം. അത് അദ്ദേഹത്തിന് 3 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി കേന്ദ്ര സാഹിത്യ പുരസ്കാരമാണ്. കേന്ദ്ര സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് 1 തവണയാണ്, അതും 1970. ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ കാലം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ്. അടുത്തതായി ഓടക്കുഴൽ. 1993 അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഏത് കൃതിയാണ്? വാനപ്രസ്ഥം എന്ന കൃതിക്കാണ്. അടുത്തതായി എഴുത്തച്ഛൻ പുരസ്കാരം 2011 അദ്ദേഹത്തിന് ലഭിച്ചു. അത് കൃതിക്കായിരുന്നില്ല. എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് 2011. അടുത്തതായി കേരള ജ്യോതി. ഇത് ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ്. കാരണം 2022 അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. അടുത്തതായി സംവിധാനം ചെയ്ത ആദ്യ സിനിമ ചോദിക്കാറുണ്ട്. അത് നിർമാല്യമാണ്. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ചിത്രമായിരുന്നു നിർമാല്യം. അത് 1973. അടുത്തതായി വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് MT വാസുദേവൻ നായർ ലഭിച്ചത് 1985 2-ാം ഊഴത്തിന്. താങ്ക് യു ഫോർ വാച്ചിങ്.